എല്ലാ പ്രേക്ഷകർക്കും മുഹറം ദിന ആശംസകൾ നേരുന്നു ആൻഡ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഹായ് മാസ്റ്റേഴ്സ്, ചേച്ചി, പക്രു ചേട്ടാ, മണിക്കുട്ടൻ ചേട്ടാ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. മുഹറം ദിന ആശംസകൾ നിങ്ങൾക്കും നേരുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പം ഇന്ന് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് പോയപ്പോഴാണ് ദേവി ചേച്ചിനെ പറ്റി കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, പക്രു ചേട്ടനെ പറ്റി നമുക്ക് കുറെ വർഷങ്ങളായിട്ടുള്ള കഥകളുണ്ട്. പക്ഷേ ചേട്ടനെ പറ്റി അധികം കഥകൾ നമുക്ക് അറിയില്ല. ഞാൻ അധികം കഥകൾ ഉണ്ടാക്കാറില്ല. ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പണ്ട് മുതലേ കളിക്കുന്ന ഒരു ഫേവറേറ്റ് ഇതായിരുന്നോ ക്രിക്കറ്റ്, അതോ ക്രിക്കറ്റുള്ള ഒരു ഭ്രാന്ത് എങ്ങനെയായിരുന്നു? എന്റെ പൊന്ന അലീന, ഈ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടത്തില് മറ്റേ റബ്ബർ ബോൾ, പെപ്സിയുടെ ബോൾ ഉണ്ട്, അതും മടല് വെട്ടി ബാറ്റ്, മരിച്ചിരി കമ്പായിരുന്നു നമ്മുടെ വിക്കറ്റ്. ഈ ഗിയറൊക്കെ വെച്ച്, അതായത് ഫുൾ ഗിയറൊക്കെ ഇട്ടിട്ട് കളിക്കുന്നത് CCL തുടങ്ങിയതിനു ശേഷമാണ്. ഈ റബ്ബർ പന്തിൽ എറിയുമ്പോൾ അത് നേരെ തന്നെ വരും. പക്ഷേ ഈ സ്റ്റിച്ച് ബോളിൽ എറിയുമ്പോൾ ഉണ്ടല്ലോ, അത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റിൽ ഉപയോഗിക്കുന്ന ബോൾ എവിടെ പോകും, എങ്ങനെ വരുമെന്നൊന്നും നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. അതാണ് ഈ സ്റ്റിച്ച് ബോളിന്റെ ഒരു ഇത്. പിന്നെ നമ്മൾ CCLന്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, നമ്മൾ കളിക്കുന്നതെല്ലാം നമ്മൾ ആരാധിക്കുന്ന ആർട്ടിസ്റ്റിനോടൊപ്പമാണ്. ഇപ്പൊ ലാൽ സാർ നമ്മുടെ ടീമിലുള്ളതുപോലെ തമിഴില് തെലുങ്കിലൊക്കെ എടുത്തു നോക്കിയ സൂര്യ സാർ ഉണ്ടായിരുന്നു ആദ്യ സീസണിൽ. പിന്നെ തെലുങ്കിൽ വെങ്കടേഷ് സാർ ഉണ്ടായിരുന്നു, ഹിന്ദിയിൽ സൽമാൻ ഖാൻ സാറ്, അതേപോലെ മനോജ് തിവാരി. ഇവരൊക്കെ അവിടുത്തെ സൂപ്പർ സ്റ്റാർസ് ആണ്. ഇവരുടെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഭാഗ്യം. പിന്നെ അതിനേക്കാൾ വലിയ സംഭവം നമ്മുടെയൊക്കെ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നറിയപ്പെടുന്ന സച്ചിൻ ടെണ്ടുൽക്കർ സാറാണ്. പിന്നെ ക്രിക്കറ്റിൽ ഒരുപാട് ലെജൻഡ്സ് നമുക്കുണ്ട്. ഇവരൊക്കെ കളിച്ച ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഭാഗ്യം കിട്ടുന്നത്. കണ്ടെത്തി കളിക്കുന്ന നമുക്ക് നല്ല ഒന്നാന്തര ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കളിക്കാൻ സാധിച്ചു. ആൾക്കാരും കൊച്ചി മാച്ച്, ഇപ്പൊ നേരത്തെ എലീന പറഞ്ഞതുപോലെ നമുക്കൊരു കൊച്ചിയിലെ ഒരു ക്യാച്ചിനെ കുറിച്ച് പറഞ്ഞു. കൊച്ചി മാച്ചില് ഇന്റർനാഷണൽ ഇതിൽ ക്രൗഡ് വരുന്നതിനേക്കാൾ കൂടുതൽ ക്രൗഡ് ഉണ്ടായിരുന്ന ഒരു മാച്ച് ആയിരുന്നു CCL ഉണ്ടായിരുന്നത്. കാരണം സാധാരണ ഇന്റർനാഷണൽ മാച്ചിലാണ് അങ്ങനെ ആൾ വരുന്നത്, പക്ഷെ അതിനേക്കാൾ ക്രൗഡ് വന്നിരുന്നു. ആ ക്രൗഡിനിടയിൽ എന്റെ ദൈവമേ എന്ന് പറഞ്ഞൊരു ചാട്ടൻ ചാടി ആ ക്യാച്ച് എടുത്തു. അതൊക്കെ ഒരു വലിയ ഭാഗ്യമല്ല. നമ്മൾ സിനിമ എന്ന് പറയുമ്പം നമ്മൾ ആക്ഷൻ കൊടുത്തു കഴിഞ്ഞ് പിന്നെ തിയേറ്ററിൽ വരുന്നതാണ് ഒരു റിയാക്ഷൻ വരുന്നത്. ഇത് സ്പോട്ടിലാണ് അതിന്റെ റിയാക്ഷൻ. അതെ, ഈ സിനിമ ഒരുപാട് ദിവസം ഓടുന്നു അല്ലെങ്കിൽ ഒരുപാട് നാൾ ഓടുന്നു പറയുന്ന പോലെയാണ് ഈ വീഡിയോ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. നോക്കിക്ക് ആ വീഡിയോ ഏതാന്നുള്ളത്. ആ വീഡിയോ നമുക്ക് കാണാം. സുനിൽ ഷെട്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. Facing his second delivery, and Kodiere with his last ball of the Kerala strikers innings, full toss swung away, and of the second attempt, brilliant. ഭയങ്കര രോമാഞ്ചം. ഈ ക്യാച്ച് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന പോലെ എനിക്ക് ചെറിയ പേടിയുണ്ട്. പിന്നെ ഞാൻ ഇതിനുശേഷം ക്യാച്ച് എടുക്കണം നിർത്തി. കാരണം എന്നറിയാമോ, ഈ ക്യാച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു അവിടെ തീരുമെന്ന്. ഇതിനുശേഷം ഇംഗ്ലീഷിൽ ഇന്റർവ്യൂ കൊടുക്കണം. മാൻ ഓഫ് ദ മാച്ച് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ഇത് അതില് കമന്ററി കൊടുക്കുന്ന ആൾക്ക് ആ ക്യാച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം മണിക്കുട്ടൻ കം ഓൺ, ഹൗ ഡു ക്യാച്ച് ദാറ്റ്. എനിക്ക് ആ സമയത്ത് എന്ത് പറഞ്ഞു, ഞാൻ പഠിച്ച ഇംഗ്ലീഷ് ഒന്നും അല്ലെന്ന് അവര് പറയണം. വാസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ക്യാച്ച് വന്ന് ഇംഗ്ലീഷ് ഇന്റർവ്യൂ, ബോള് വരുന്നതിന് ബോളിൽ എഴുതി കളിക്കുന്ന ഇംഗ്ലീഷ് ഇന്റർവ്യൂ. ഓട് പ്രചോദേട്ടാ, നിങ്ങളെടുത്തു എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. ഈ ഐശാൽ യൂഷാല് ബന്ധമുണ്ടോ? ഐശാൽ യൂഷാൽ ഒരുപാട് ബന്ധമുണ്ട്. അത് ഇന്ദ്രേട്ടനും പ്രചോദേട്ടനും കൂടെ ക്യാച്ച് എടുക്കാൻ ഓടി. അപ്പം ഇന്ദ്രേട്ടൻ നിൽക്കുന്ന സ്ഥലത്ത് ആ ക്യാച്ച് വന്നത്. അപ്പൊ പ്രചോദന്റെ അടുത്ത് അവിടെ നിന്ന് ഓടി വരണം. അപ്പൊ പ്രചോദേട്ടൻ ഓടി വന്നു ഇന്ദ്രേട്ടൻ അടുത്ത് ഐഷ ഐഷ. അപ്പൊ പ്രചോദേട്ടൻ ഓടി വന്നില്ല. ഐഷ 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 എന്ന് പറയുന്നത് ബോൾ അടുത്ത് വന്നു പ്രചോദ യൂഷ എന്ന് പറഞ്ഞു. പ്രചോദേട്ടൻ അടുത്ത് വന്നിട്ട് യൂഷ ഐഷ. താങ്ക് യു മണിക്കുട്ടൻ ചേട്ടാ, താങ്ക് യു. കാരണം ഇത് ഒരു വലിയൊരു സീക്രട്ട് ആണ് ഇവിടെ ഇപ്പൊ പറഞ്ഞത്. പ്രചോദൻ ഈ കഥ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പേര് കിട്ടിയിട്ടില്ലായിരുന്നു. ഞങ്ങളാ പേര് പ്രചോദേട്ടൻ ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് ഇപ്പം എപ്പോഴും പ്രാക്ടീസ് മാച്ച് നടക്കുന്ന സമയത്ത് പോകുന്നതിന് മുമ്പ് പ്രചോദേട്ട ഗിയറൊക്കെ ഇടും. ഞാൻ അവിടെ ഒന്ന് കാണിച്ചു തരാം. അപ്പം പ്രചോദൻ ഇതൊരിക്കലും പ്രതീക്ഷിക്കുന്നു. പണി കൊടുക്കണോ ഞാൻ വിചാരിച്ചിരിക്കും. അങ്ങനത്തെ ഒരു വേദിയാണ് ഈ വേദി. അപ്പം ഇത് മാച്ച് നടക്കുന്ന നമ്മുടെ മെയിൻ ഗ്രൗണ്ടിലെ മാച്ച് അല്ല, ഇത് ട്രയൽ മാച്ച്. അപ്പൊ പ്രാക്ടീസ് മാച്ച്. അപ്പൊ ബാറ്റ് ചെയ്യാൻ പോകുന്നത് ബാറ്റ് ഗിയർ ഇട്ടപ്പോ പ്രചോദയം വരാൻ നേരത്തെ പ്രചോദേട്ടം വരും, കോച്ചിന്റെ കാലിടും, അസിസ്റ്റന്റ് കോച്ചിന്റെ കാലിടും, ബാറ്റിങ്ങിന് പോകും. തിരിച്ചെന്നിട്ട് ഔട്ടായി കഴിഞ്ഞ് വന്നിട്ടും 2 ബോളേ നിൽക്കുള്ളൂ. തിരിച്ചു വന്നിട്ട് ചവിട്ടി കാലോട്ട് തിരിച്ചു വരും. അങ്ങനെ ഇത് തുടർന്ന് പിന്നെ കോച്ചൊക്കെ അവര് പിന്നെ എന്താ പറയുക, പ്രചോദനെ ബാറ്റ് അയക്കുന്നതിന് മുമ്പേ പ്രചോദ് കാലോട്ട് എടുത്തു പോകും. അങ്ങനെ നമ്മൾ മാച്ചിനെത്തിയപ്പം അവിടെ ഈ പറഞ്ഞ എല്ലാവരും ഉണ്ട്. 2 ടീമിന്റെ ആൾക്കാരുണ്ട്. നമ്മുടെ ഓണേഴ്സ് പ്രിയൻ സാർ, ലിസ് സാർ, ലാലേട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. അവരുടെ ഓണേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ പ്രചോദേട്ടൻ ആദ്യത്തെ 2 വിക്കറ്റ് പോയി. പ്രചോദേട്ടൻ ഇറങ്ങാൻ സമയം തന്നെ കോച്ച് അവിടെ നിന്ന് പ്രചോദ് എന്ന് പറഞ്ഞപ്പോഴത്തേന്
കോച്ചും വന്ന് അസിസ്റ്റന്റ് കോച്ച് ഇപ്പുറത്ത് വന്നു. അപ്പൊ കാലൊക്കെ അപ്പോൾ തന്നെ പ്രചോദനയുടെ ഗിയറൊക്കെ ഇട്ട് വന്ന് ഫസ്റ്റ് വന്ന് കോച്ചിന്റെ കാലോട്ട് എഴുതി, സെക്കൻഡ് വന്ന് അസിസ്റ്റന്റ് കോച്ചിന്റെ കാലോട്ട് എഴുതി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇപ്പുറത്ത് പ്രിയദർശൻ സാർ ഇരിക്കുന്നു. അപ്പൊ പുള്ളിയുടെ കാലോട്ട് തൊടാൻ പറ്റൂലല്ലോ, അല്ലെങ്കിൽ മോശമല്ലോ, തൊഴുതിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ പുള്ളി അങ്ങോട്ട് തൊഴുതിട്ട് എഴുന്നേറ്റപ്പോ അപ്പുറത്ത് ലാലേട്ട് പുള്ളി നേരെ ഒരു 10-25 വരെ ഇങ്ങനെ തൊട്ട് എഴുതിയിട്ട് പുള്ളി പിന്നെ പോണത് ഇങ്ങനെയാണ്. അവസാനം അവിടെ നിന്ന് കാണികള് നോക്കടാ, അവിടെ 70 വയസ്സുള്ള ഒരാൾ ബാറ്റ് ചെയ്യാൻ പോകും, മലയാളി ആവുമ്പോ പുള്ളി ലാസ്റ്റ് ബാറ്റ് ചെയ്യാൻ ഇങ്ങനെ പോയിട്ട് ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ടായി. സാധാരണ തിരിച്ചു വന്ന് കോച്ചിന്റെ കാലോട്ട് എഴുതണ്ടേ, പിന്നെ അതുവഴി അങ്ങ് പോയി, അപ്പുറത്തെ സൈഡിൽ കൂടെ പോയിട്ട് അതുവഴി വണ്ടി വിളിച്ചു പോയി. അത് ഇങ്ങനെയാണ് പോയത്. അയ്യോ ചേട്ടൻ വേണ്ടതായിരുന്നു ഈ എപ്പിസോഡ്. അതിനുശേഷം ബാറ്റ് ചെയ്യാൻ പോകുമ്പോ പുള്ളി പ്രചോദ് എന്ന് വിളിയും, പ്രചോദ് ബാറ്റ് കൊടുത്ത് ഇപ്പുറത്ത് ഈ എപ്പിസോഡ് പ്രചോദനായിട്ട് സ്പെഷ്യൽ നമ്മൾ Dedicate ചെയ്തിരിക്കുന്നു. അയ്യോ ഒരുപാട് സംഭവം പ്രചോദനം. വേറെ കാര്യണ്ട്, ഇടയ്ക്ക് പറഞ്ഞൊരു മണ്ടനായ ക്രിക്കറ്റർ എന്നൊക്കെ പറഞ്ഞു പുള്ളി, അത് ഇയാള് തന്നെ ആയിരിക്കും. ഇപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായത്. അയ്യോ ഇതൊക്കെ പറഞ്ഞതില് പോലെ നിങ്ങളെ കാണാൻ രണ്ടുപേരും വന്നിട്ടുണ്ട്. എന്നെ കാണാനാ? ആരാ? പ്രചോദേട്ടനാ? പ്രചോദനാണോ? ഡാൻസേഴ്സ്. ഹായ്. നമസ്കാരം. നമസ്കാരം. ഞാൻ വനജ. ഞാൻ ഗിരിജ. സഹോദരങ്ങളാ? അല്ല അങ്ങനില്ല, ഞങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് മണിക്കൂട്ടിനെ ഒന്ന് കൊച്ചാക്കണം. പിന്നെ അങ്ങനെ ഞങ്ങളെ വിളിച്ച സെലിബ്രിറ്റി നിങ്ങൾ കൊച്ചാക്കാനാണെങ്കിൽ എന്നെ ഈ പറയുന്നത് അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല. എന്റെ കൊച്ചിന് ചെവി കേട്ടൂടെ? കൊച്ചിന് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? എന്റെ ഞാൻ പറഞ്ഞ കൊച്ചാക്കണമെന്നല്ല, കോച്ചാക്കണമെന്ന്. എന്തിന്റെ കൊച്ചാക്കാൻ? വള്ളംകളിയിലെ വള്ളം. ഓ എന്റെ പൊന്നെ, ഇതൊക്കെ കണ്ടില്ലേ ബാറ്റും ബോളും ഒക്കെ. പിന്നെ എന്തിന്റെ കോച്ചാ ചോദിക്കണേ? ക്രിക്കറ്റിന്റെ കോച്ച്. ചുണ്ട് നാളെ ചുണ്ണാമ്പ് തേച്ചോണ്ട് വന്നേക്കോ, എന്നിട്ട് ചുണ്ണാമ്പോ? ചുണ്ണാമ്പ് തേച്ചാ പൊള്ളത്തില്ലയോ? ലൈക് ബേണാവില്ല. എന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല ഹോട്ടാണ്. അതുകൊണ്ട് ചുണ്ണാമ്പ് വെച്ച കൊള്ളത്തില്ല, ഹോട്ടാണല്ലോ ഓൾറെഡി. പിന്നെ ഞങ്ങളെ 10-28 പേരുണ്ട്. ഞങ്ങള് ക്രിക്കറ്റ് കളിക്കാനാ? ക്രിക്കറ്റ് കളിക്കാം. അത് ഔട്ട് ആവുന്നവരുമ്പോ വേറെ ആളെ കയറ്റുമല്ലോ, അങ്ങനെയല്ലേ കളി? ഔട്ട് ആവുന്നവര് മാറുമ്പോ അടുത്ത ആളെ കയറ്റത്തില്ലേ? 11 വരെ കയറ്റാൻ പറ്റത്തുള്ളൂ. അല്ല, 11 വരെ മാറിക്കഴിഞ്ഞാൽ ആ 11 വരെ ഔട്ട് ആവുമ്പോ അടുത്ത വരെ കയറ്റരുതോ? അങ്ങനെയല്ലേ കളി? ഞങ്ങൾ അങ്ങനെയാണ് കളിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും കളിപ്പിക്കും. ഉദ്ദേശിക്കുന്നേ? ആ 2 ടീമും പിന്നെ ഈ ഔട്ട് ആവണവർക്ക് പകരം അടുത്ത ആള് കയറും. അതായത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇത് തന്നെ. അല്ല അതെ, കളിക്കണ്ടേ? ഒരു ചോദ്യം, ഒരു സംശയം. നിങ്ങളുടെ ടീമിന്റെ പേരെന്താ? ഞങ്ങളുടെ ടീമിന്റെ പേര് തങ്കമണി വാരിയേഴ്സ്. അല്ല പക്ഷെ ഒരു കാര്യം അങ്ങനെ തങ്കമണി വാരിയേഴ്സ് ഇട്ടെന്ന് വെച്ചാൽ നമ്മള് തങ്കമണിയുടെ പറമ്പിലാണ് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നത്. അപ്പം അവിടെ പേരിട്ടില്ലെങ്കിലും നമ്മൾ കളിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് അവിടെ ഒന്ന് ഓലം ഇടയോന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ ഒന്ന് മീൻ വെട്ടി ഒഴിക്കൂന്ന്. അതുകൊണ്ട് പുള്ളിക്കാരുടെ പേര്. അവിടെയാണെങ്കിൽ 28 പേർക്ക് കളിക്കാം, കുഴപ്പമില്ല. നമ്മളെ ഈ 28 പേരില് ബാക്കിയുള്ളവരൊക്കെ പുറത്ത് നിപ്പുണ്ട്. സെക്യൂരിറ്റി പറഞ്ഞ നമ്മളെ ഇങ്ങോട്ട് കയറ്റി വിടൂലെന്ന് എല്ലാരും. ആ 28 പേരെ അപ്രന്റീസ് ആണ് ഞങ്ങൾ രണ്ടുപേരും. അവർക്ക് വേണ്ടി ഇന്നലെ നമ്മള് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ പറഞ്ഞതുകൊണ്ട് അത് ഇംഗ്ലീഷ് ഒക്കെ എന്റെ അടുത്ത് സംസാരിക്കാൻ സ്പോക്കൺ ഇംഗ്ലീഷ്. അതെ, ഇംഗ്ലീഷ് പഠിച്ച് ഇനിയുള്ള ക്യാച്ച് എടുക്കത്തില്ലെന്ന് തീരുമാനിച്ച ആളാ. നിങ്ങളൊന്ന് ഒരുമിച്ച് ഞങ്ങളുടെ അവിടെ നിന്ന് നോക്കട്ടെ. ഗേൾ പവറിനെ നമ്മള് അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലേ? ജേഴ്സി നമ്പർ നോക്കട്ടെ, ജേഴ്സി നമ്പർ നോക്കട്ടെ. തിരിഞ്ഞ് എത്രയാണോ? എന്താ 18 ആണോ 18 ആണോ? ഒരാൾ 18. നീ 18 ഞാൻ 18 ആണോ? അതെങ്ങനെ ഒരു നമ്പർ വരും? എന്നൊക്കെ വാങ്ങിച്ച അങ്ങനെ ഇരിക്കും. ഞങ്ങക്ക് ഷൂ കിട്ടിയില്ലായിരുന്നു. ഒരാൾ പിന്നെ നോക്കിയല്ലേ? അതൊക്കെ ഇട്ട് കളിക്കാൻ പറ്റുമോ? ഓടാനൊക്കെ പറ്റും. ഓടണോ? അല്ലല്ല, ഇപ്പൊ നിങ്ങൾ എന്റെ കോച്ചാക്കാൻ വേണ്ടി വന്നേക്കാണ്. നിങ്ങളിപ്പോ ഒരു ചിയർ ഗേൾസ് ആവാൻ, ഡാൻസ് ഒക്കെ ആണെങ്കിൽ ഞാൻ കോച്ചാവാം. പക്ഷെ ക്രിക്കറ്റിന് കോച്ചാവാൻ പറ്റിയ ഒരു ഐഡിയ ഒന്നും എനിക്കില്ല. ഇല്ല, അത്രയ്ക്കൊന്നും ഇല്ല. മണിക്കുട്ടൻ കോച്ചായ മതി. അത്രയ്ക്കൊന്നും ഇല്ലെന്ന്. മണിക്കുട്ടന്റെ കയ്യിൽ അതുണ്ട്. സ്ത്രീകൾ പൊതുവെ പറഞ്ഞ ഞങ്ങൾ വീണു പോകും, പക്ഷെ എന്നാലും ക്രിക്കറ്റ് കോച്ചാവാൻ ഭയങ്കര പാടാ. ഈ സിനിമാക്കാരെ എല്ലാം കൂടെ ഒരു ക്രിക്കറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് മണിക്കുട്ടൻ ഒരു ക്യാച്ച് എടുത്ത് ഇങ്ങനെ ഒരു പോക്ക് പോയിട്ട് അന്ന് എഴുന്നേറ്റ രോമാഞ്ചം ഇന്ന് വരെ അത് ഞങ്ങളിപ്പോ കണ്ടത്. അത് മാത്രല്ല, മറ്റേ ബോയ് ഫ്രണ്ട് എന്നുള്ള സിനിമ, അതിനകത്ത് 3 ബോളില് 3 6 അടിച്ചിട്ടേ ഇങ്ങനെ ഒരു നിപ്പുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ അതൊന്ന് കാണാമായിരുന്നു ആ നിപ്പ്. അന്ന് തീരുമാനിച്ചതാണ് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ അതിന്റെ കോച്ച്
പക്ഷേ ഇവരെന്റെ ഭയങ്കര ഫാനാണെന്ന് മനസ്സിലായി. കാരണം എന്റെ ക്യാച്ച് എന്റെ ആദ്യത്തെ സിനിമയിലെ 6 അത്. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും കോച്ചാവാൻ ശ്രമിക്കാം. പക്ഷെ നിങ്ങൾക്ക് ക്രിക്കറ്റ് അറിയോന്നേ? ക്രിക്കറ്റ് അറിയാനായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. നമ്മൾ പറയും. ആ ചോദ്യങ്ങൾ കറക്റ്റ് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോച്ചാവാൻ ശ്രമിക്കാം. അപ്പൊ ഫസ്റ്റ് ചോദ്യം, ഈ ടോസ് ഇട്ടാ നിങ്ങൾ എന്ത് ചെയ്യും? ബാറ്റിംഗ് എടുക്കോ അതോ ബോളിംഗ് എടുക്കോ? ഇവള് ബാറ്റിംഗ് എടുക്കും. എന്നുവെച്ചാലേ ഇവിടെ ഭർത്താവ് വെള്ളം അടിച്ചിട്ട് വീട്ടിൽ വരുമ്പോഴേ ഇവള് ഈ കവളം മോഡൽ വെട്ടിട്ട് ഓരോ ഒറ്റ അടിയാവനെ. അവൻ തെറിച്ചെന്നാ പറമ്പിലാവുന്ന വീഴുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരി എറിയും, നിങ്ങൾ ബാറ്റിംഗ്. അല്ല, ഞാൻ എറിയും. ഞാനാ അറിയാമോ നമ്മളെ നാട്ടില്? നിങ്ങൾ കല്ലുകൊണ്ട് എറിഞ്ഞ് വീഴ്ത്തുന്ന കാര്യമല്ല ചോദിക്കുന്നത്. അല്ലെ, ഞാനും കല്ലുകൊണ്ട് എറിയുന്ന കാര്യം അല്ല പറഞ്ഞേ. പിന്നെ ഡക്വർത്ത് ലൂയിസ് എന്താണ്? അതിപ്പം അത് എങ്ങനാ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാ ഈ ഡക്ക് തന്നെ വേണോ? ഈ ഡക്കാകുമ്പോ അത് വറുത്തിട്ട് എങ്ങനെ ലൂസാക്കി അതിനകത്ത് ഫുള്ളി എല്ലാണ്, കഷ്ണമൊന്നും കഴിക്കാനില്ല. അത് ലൂസായിട്ട് വെച്ച് കഴിഞ്ഞപ്പോ അത് എങ്ങനെ എടുക്കാം മോനെ? മപ്പാസ് ഉണ്ടാക്കി തരേ? അല്ല, മപ്പാസ് ആണ്. എന്ത് മപ്പാസ്? അതെ, ഈ ഡക്വർത്ത് ലൂയിസ് എന്ന് പറയുന്നത് ഡക്ക് കറി വെച്ച് വറുത്ത് ലൂസാക്കി തരുന്നതല്ല. ഡക്വർത്ത് ലൂയിസ് എന്നൊരു നിയമമുണ്ട് ക്രിക്കറ്റില്. അങ്ങനൊക്കെ നിയമമുണ്ടോ? അയ്യോ, ക്രിക്കറ്റ് ക്യാപ്റ്റൻ രാജു. രാജു കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ഇപ്പൊ നിലവിൽ ഇന്നലെ പഠിച്ചേ പിന്നെ ഈ ശർമ്മയുടെ മുമ്പിൽ എന്തോ ഉണ്ട്. രോഹിത് ശർമ്മ. ഞാൻ ഫോണിൽ കണ്ടിട്ടുണ്ട്, എഴുതി കാണിക്കുന്നൊക്കെ രോഹിത് ശർമ്മ. സാരില്ല ചേച്ചിമാരെ, ഞാനൊരു ഐഡിയ പറയട്ടെ. എനിക്ക് തോന്നുന്നു ഇവരൊന്ന് കളിച്ച് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവർക്ക് കാലിബർ ഉണ്ടോ എന്നുള്ളത് നമുക്കത് അറിയാൻ പറ്റൂല. അത് നോക്കണോ പക്രുചേട്ടാ? അതെ അതെ, ഇവർക്ക് വല്ല അറിയാമെന്ന് നോക്കണം. നിങ്ങളായിട്ട് ഞാൻ ക്രിക്കറ്റ് കളിച്ചു നോക്കാം. കളിച്ച് നിങ്ങൾ ഓക്കെ ആവണമെങ്കിൽ അത് കറക്റ്റ്. അല്ല, അങ്ങനാണെങ്കിൽ ഞങ്ങളെ കുറച്ച് ടിപ്സ് ഒക്കെ പഠിപ്പിച്ചാ. ഞാൻ ടിപ്സ് ഒക്കെ പഠിപ്പിച്ച് തരും. പ്രിയ പ്രേക്ഷകരെ നോക്കൂ, കേരളത്തിലെ ശ്രദ്ധിക്കണം. അയ്യോ, അതങ്ങനെ അല്ലല്ലോ പിടിക്കാൻ. കേരളത്തിലെ ചുള്ളനായ കോച്ച് അതാ. റിയാക്ഷൻ മാറുന്നുണ്ടോ? ബാറ്റ് തന്നെയാണോ? എനിക്ക് ബോൾ അറിയത്തില്ല. കോച്ച് ഇടപെട്. അമ്പയർ ഹലോ, എനിക്ക് ബോൾ അറിയാനും അറിയത്തില്ല. സോറി. ഞാൻ പെട്ടെന്ന് സിനിമ കോച്ചാണ്, ഷൂട്ടിങ്ങിലാണെന്നായി പോയി. കൊച്ചല്ല. മനസ്സിലായി. എനിക്ക് ബോൾ അറിയത്തില്ലെന്ന്. അത് എങ്ങനാ ബോൾ അറിയത്? അതെ, നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുകയാണെന്നുള്ളൊരു എന്തോ എങ്ങനാ ഇത് കയ്യിന്ന് വിട്. അറിയാന്ന്. ഞാനല്ല പിടിച്ചേക്കണത്, നിങ്ങളാണ് എന്നെ പിടിച്ചു വെച്ചേക്കണത്. എന്നെ വിട്. ചേട്ടാ, ഇതെന്താ ഇത്? ക്രിക്കറ്റ് അല്ലേ ഇവിടെ നടക്കണത്? ബോൾ എറിയാൻ പോവുകയാണ്. ഇന്ത്യയുടെ ചരിത്രമായ മുഹൂർത്തങ്ങളിലേക്ക് നമ്മൾ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മണി, ഒരു ശബ്ദം കേട്ടായിരുന്നോ നീ? 6 ആവുമ്പോ സൗണ്ട് കേൾക്കും കാണികളുടെ. അതല്ല, LED വാളിന്റെ ചില്ല് പൊട്ടിയോ എന്നൊരു സംശയം. ദൈവമേ, കണ്ട ഒരു തുള കിടക്കുന്നുണ്ടോ? ഇല്ലില്ല, അങ്ങനെ പൊട്ടി. അല്ല, മണിക്കുട്ടൻ വിലപ്പെട്ട കളിക്കാരനാന്ന് പറഞ്ഞപ്പോ ഇത്രയും വിലയുള്ള കളിക്കാരനാന്ന് വിചാരിച്ചില്ലായിരുന്നു. അതെന്ത്? ഇതിന് എത്ര രൂപയാവും? അധികമൊന്നുമില്ല, ഒരു 4-5 ലക്ഷം രൂപയാവും. മക്കളെ അത് കൊടുത്തേക്കട്ടോ. വാമനെ നിങ്ങൾ പഠിപ്പിക്കാൻ പറഞ്ഞോണ്ടാണ് ഞാൻ ഈ കൊച്ചനാണ് ഇവന്റെ ഇത് മേടിച്ചോണ്ടേ. പറഞ്ഞോണ്ടാണ്. ചേച്ചി പിന്നെ എന്താ ബ്രേക്ക് എന്നോ? കോമഡി മാസ്റ്റേഴ്സിൽ ബ്രേക്ക് ആണേ. ബ്രേക്ക്. അല്ല ചേട്ടാ, നമുക്ക് എന്നാ പോയി ഭക്ഷണം കഴിച്ചിട്ട് അതല്ലേ നല്ലത്. എവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്? നമ്മുടെ ക്യാമറ വെക്കുന്ന ആ സൈഡല്ലേ, ആ പറമ്പിലല്ലേ ഷൂട്ട് ചെയ്യേണ്ടത്? എന്റെ ക്യാമറമാനെ തനിക്ക് ഇതുവരെ ഒന്നും മനസ്സിലായില്ലേ? ഇവിടെ നമ്മുടെ നായകൻ
വില്ലനെ ഇടിച്ചിട്ട് വില്ലന്റെ പെടലി പിടിച്ച് തിരിച്ചൊടിച്ചിട്ട് അവന്റെ മൂക്ക് നോക്കുന്ന ഒറ്റ ഇടി ഇടിക്കുമ്പോൾ മൂക്കിൽ കൂടെ ബ്ലഡ് വരും. ആ മാസ സീൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പശു ഉണ്ടായിരുന്നു. ഇല്ലേ? അത് കഴിഞ്ഞ് നായകൻ നേരെ സ്ലോ മോഷൻ അങ്ങോട്ട് നേരെ അങ്ങോട്ട് ചെന്നിട്ട് പശുവിന്റെ അടുത്തിരുന്നിട്ട് പശുവിന്റെ പാല് കറന്നിട്ട് കുറെ കുടിക്കും, കുറെ മുഖത്തോട്ട് ചീറ്റിക്കും. ആ മാസ സീൻ എടുക്കാൻ നേരം അതിന്റെ ഉടമസ്ഥ പശുവിനെ അഴിച്ചോണ്ടെങ്കിൽ പോയി. അയ്യോ, അതിന് ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് വേറെ പശുവിനെ ഒപ്പിച്ചാ പോരെ? എന്റെ പൊന്നേടാവേ, ഇത് തന്നെ ഇപ്പൊ പശു ഉള്ളിടത്തോ നമ്മൾ ഷൂട്ട് ചെയ്യായിരുന്നു. പിന്നെയാണ് വേറെ പശുവിനെ മേടിക്കാൻ പോണേ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നമുക്ക് ആനിമേഷൻ വിട്ടാലോ? ഇത് ഇവിടുത്തെ ക്യാമറ ആനിമേഷൻ ചെയ്ത കാശുണ്ടെങ്കിൽ 100 പശുവിനെ മേടിക്കാം. എനിക്കതില്ല. ജോത്സ്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ജോൺസൺ എന്നാ പറഞ്ഞത്? ജോൺസൺ അല്ല, ജോത്സ്യം പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞ? 8-ാം തീയതി ട്രീസർ, 18-ാം തീയതി ട്രെയിലർ, 28-ാം തീയതി റിലീസ്. അപ്പൊ 8, 18, 28. ഓ, ഇത് 8 നാലേ പൊട്ടും. കൂട്ടിയാലും ഒരു പൊട്ടലുള്ളതാണ്. എനിക്കതില്ലെന്നേ. ആ നായകൻ ജന്മം ചെയ്ത ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവന്റെ പേഴ്സണൽ മേക്കപ്പാനാണ് ഫോൺ എടുക്കുന്നത്. അവനെ എടുക്കത്തുള്ളൂ. കാരണം ഈ നായകന് കൂടെ ജോലി ചെയ്ത പേഴ്സണൽ മേക്കപ്പ് ഉണ്ടല്ലോ, അവന് ഇവര് ശമ്പളം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അയാളുടെ ഐഫോൺ എടുത്തിട്ട് വീട്ടിൽ പോയിരിക്കും. ഞാനും വിളിച്ചതാ, വന്നില്ല. കുറ്റം പറഞ്ഞ കാര്യമില്ല. ഈ പറഞ്ഞ ജോലി ചെയ്താൽ കാശ് കൊടുക്കണം. ഞാൻ ശരിക്കും പറഞ്ഞ ക്യാമറമാൻ അല്ല. അത് തന്റെ ഓരോ ഷോട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ആ നല്ലൊരു ക്യാമറാമാൻ അല്ലെന്ന്. അതിനുള്ള മറുപടി ഞാൻ പിന്നെ തരാം. ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ ഇതിനു മുമ്പ് തമിഴ്നാട്ടിലും കർണാടകത്തിലും 1-ാം തരം സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു. അപ്പൊ എനിക്ക് പണത കാശ് കിട്ടാതെ എന്ത് ചെയ്തു? രായ്ക്കരായമാണ് അവിടുത്തെ ക്യാമറ അടിച്ചൊരു ഓടിക്കളഞ്ഞ. അങ്ങനെ ക്യാമറമാനായിരുന്നു. പൈസ കിട്ടിയില്ലെന്നും പറഞ്ഞ് ഈ പണത്തിന്റെ പ്രിന്റ് ഒന്നും എടുത്തോണ്ട് ഓടിയാക്കല്ലേ ക്യാമറമാനെ. എന്റെ മനസ്സിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജല്ലിക്കട്ട് മോഡൽ ഒരു പടമാണ് എന്റെ മനസ്സിൽ കിടക്കുന്നത്. നീ വന്നേ മനസ്സിലിപ്പ് കൊള്ളാം, പക്ഷെ താൻ എടുത്തു വെച്ച മുഴുവൻ വള്ളിക്കട്ടാണ്. എവിടെ തന്നെ ഇടിക്കോടോ ഇത്? പശുവിനെ കിട്ടിയോ? അതേ കരച്ചില്, അതേ കരച്ചില്, പശുവിന്റെ അതേ കരച്ചില്. എവിടെ? നമ്മുടെ ക്ലൈമാക്സ് സീനിക്കുന്നു. അകിടിന്റെ ഒരു ക്ലോസ് അങ്ങ് എടുക്കാം, അകിടിന്റെ ക്ലോസ്. എന്നിട്ട് നമുക്ക് ബാക്കിലേക്ക് കിടക്കാം. ഓക്കെ, അഴിച്ചെടുത്ത പറമ്പി കൊണ്ടുപോകണം. എന്നാലേ ബാക്ക്ഗ്രൗണ്ട് എടുക്കാൻ പറ്റുള്ളൂ. അകിടെടുക്കാം, അടിപൊളിയായിട്ട് എടുക്കാം. ഇതെന്നെ പരിപാടി? ഇത് വെച്ച് ക്യാമറ കൈ വെച്ച് എന്റെ തല വെച്ച് കയറാൻ തള്ള പിടിക്കത്തള്ള ക്യാമറ കൈ ഇതിലും ഭേദം വല്ല കട്ടാപ്പാരെടുത്ത് കക്കാൻ പോകുന്നതാ. കക്കാൻ വന്നിരിക്കുന്നു. എന്നാന്നറിയോ സഹോദരി, അതായത് നമ്മുടെ പറമ്പിലൂടെ ഷൂട്ടിംഗ് നടക്കുമായിരുന്നല്ലോ. ആ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരു സീൻ എടുക്കാൻ പശു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് സീൻ എടുക്കുന്നതിന് മുമ്പായിട്ട് സഹോദരി പശുവിനെ അഴിച്ചോണ്ടങ്ങ് പോയി. പശുവിന്റെ ഒറ്റ ഷോട്ട്, നടക്കത്തില്ല. എന്റെ പശുവിനെ അഭിനയിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അഭിനയിപ്പിച്ചാണല്ലോ വന്നതാണല്ലോ, വരണം ഒരൊറ്റ ഷോട്ട്. ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ പശു ഇത്രയും ദിവസം അഭിനയിച്ചതിന് നിങ്ങൾ എന്ത് കൊടുത്തു? സഹോദരി എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രതിഫലം നിങ്ങൾ നായകനൊക്കെ കോടി കൊടുക്കത്തില്ല. എന്റെ പശുവിന് നിങ്ങൾ എന്ത് കൊടുക്കും? കുറച്ച് കാടി കൊടുക്കും. കാടി എനിക്ക് കൊടുക്കാൻ അറിയാം. എന്റെ പശുവിന് ഇത്രയും ദിവസം അഭിനയിച്ചതിന്റെ പൈസ തരാതെ എന്റെ പശുവിനെ ഇനി നിങ്ങളുടെ സിനിമയിൽ ഞാൻ അഭിനയിപ്പിക്കത്തില്ല. ഒരു ഷോട്ട് എടുത്താൽ മതി സഹോദരി. നടക്കത്തില്ല. പ്രത്യേകിച്ച് ഇയാളുള്ളിടത്ത് എന്റെ പശുവിനെ ഞാൻ വിട്ടുതരത്തില്ല. എന്നാ പ്രശ്നം? ഞാൻ ആ ലൊക്കേഷനിൽ ഒന്ന് ഷൂട്ട് കാണാൻ വന്നതിന് ഇയാൾ എന്നെ ഓടിച്ചു വിട്ടു. ഈ മോശയുടെ സ്വഭാവം ഇയാൾ എവിടെ ചെന്നാലും രക്ഷപ്പെടത്തില്ല. ഇയാൾ എന്തിനാ ആ സഹോദരി ഷൂട്ട് കാണാൻ വന്ന് ഓടിച്ചു വിട്ടത്? എന്റെ സാറേ പറയുന്നത് കേക്ക്. ഞാൻ ഓടിച്ചു വിട്ടതല്ല. പിന്നെ ഞാൻ സീൻ എടുക്കുമ്പോ അവര് ഫീൽഡിൽ വന്ന് എന്താ സഹോദരി മനസ്സിലായോ? അതായത് ഷോട്ട് എടുക്കുന്ന സമയത്ത് സഹോദരി ഫീൽഡിൽ വന്നാ ഞങ്ങൾ പറഞ്ഞു അത് പറ. എന്നെ പോലുള്ള ആളുകൾ ഫീൽഡിൽ വന്നാ ഇവിടെ ഇപ്പൊ ഉള്ള പ്രമുഖ നടികളെല്ലാം ഔട്ടാവും. അതുകൊണ്ട് ഞാൻ ഫീൽഡിൽ വരുന്നതിനുള്ള കണ്ണുകൾ. നടികൾ മാത്രമല്ല, മലയാള സിനിമ തന്നെ ഔട്ടായി പോയി. ഞാൻ വല്ല പറഞ്ഞാലുണ്ടല്ലോ, ജസ്റ്റ് ഒരു ഷോട്ടാ തരത്തില്ല. ചാണക കിടപ്പുണ്ട്. ഇത് തന്നെ വീട്. അതെ, മേലപ്പറമ്പിൽ ഉച്ചഭാഷണി. അയ്യോ, ഉച്ചഭാഷണിയല്ല സാറേ, സുഭാഷിണി. സുഭാഷിണി നാട്ടുകാർ പറഞ്ഞത് ഉച്ചഭാഷണിയാന്ന്, ഭയങ്കര ഒച്ചയാന്നാ പറഞ്ഞത്. അതെ, ഞാൻ ബാങ്കിൽ നിന്ന് പറഞ്ഞു ലോണിന്റെ കാര്യം പറയാനുണ്ട്. എന്റെ സാറേ, എനിക്കിനി ലോണ് വേണ്ട. കുടുംബശ്രീന്ന് മൈക്രോന്നൊക്കെ അടച്ചടച്ച് ഒരുവിധം ഒതുക്കിക്കൊണ്ട് വന്നിരിക്കുക. ഇനി എനിക്ക് ലോൺ എടുത്താൽ പറ്റില്ല. എനിക്ക് ലോൺ വേണ്ടേ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ലോണിന്റെ കാര്യം പറഞ്ഞു. ഇടി പെണ്ണുമ്പിള്ളേ, അങ്ങോട്ട് ലോൺ തരാൻ വന്നതല്ല, ഇങ്ങോട്ട് ലോണിന്റെ പൈസ അടയ്ക്കാനുണ്ട്. അത് മേടിക്കാനായിട്ട് വന്നത് ഞാൻ. എപ്പോഴാണ് 2020 നിങ്ങളൊരു ലോൺ എടുത്താണോ? ഒരു പശുവിന്റെ ലോണ് എടുത്ത് കാണുമായിരിക്കുന്നോ? ഞാൻ അതിനെ ജപ്തി ചെയ്യാനായിട്ട് വന്നതാണ്. ആ പശുവിനെ ഞാൻ ജപ്തി ചെയ്തുകൊണ്ട് പോകും. അയ്യോ എന്റെ പൊന്നു സാറേ, കൊണ്ടുപോലെ. ആ പശുവിന്റെ ലോൺ എടുത്തു കഴിഞ്ഞപ്പോഴല്ലായിരുന്നു കൊറോണ, അതുകൊണ്ട് അടവ് നടന്നില്ല. ആ അടവൊന്നും എന്റെ അടുത്ത് നടക്കത്തില്ല. ഞാൻ പശുവിനെ കൊണ്ടുപോകും, ജപ്തി ചെയ്യും, അത് ഉറപ്പ്. സാറേ പ്ലീസ് ഷോട്ട് എടുക്കണം സാറേ. പശുവിന് ഒറ്റ ഷോട്ട്.
ഒരു ഷോട്ട്. പശുവിന്റെ ഷോട്ട് എടുക്കാൻ നീ ആരാ കാളയോ? അല്ല ഈ ബസിന്റെ ഒരു അകിടിന്റെ ഒരു ക്ലോസും ഒരു വലിക്ക് പിടിച്ച സാധനം അതൊന്നും ഇവിടെ നടക്കുകയല്ല. ഞാൻ പശുവിനെ കൊണ്ടുപോകുന്നു പറഞ്ഞാൽ കൊണ്ടുപോകും. സാറ് കൊണ്ടുപോരുത്. ഈ പശുവിനെ കൊണ്ടാ ജീവിക്കുന്നത്. അല്ലെ തന്നെ ആ പശുവിനെ അങ്ങോട്ട് കൊടുക്കുന്ന അല്ലാതെ ഇങ്ങോട്ടൊന്നും ഇല്ല. ഇങ്ങോട്ടൊന്നും ഇല്ലേ? അപ്പൊ ചാണകമൊക്കെ തന്നെ ആവിയായിട്ട് പോവാണോ? ചാണകവും ഗോമൂത്രവും ഒക്കെ കിട്ടുന്നുണ്ട്. പാലില്ല. ആ പഴ 10-12 ലിറ്റർ പാല് കിട്ടിയ 20 ലിറ്റർ വെള്ളം ചേർത്താ എന്നെ ആകാനാ? വെള്ളം ചേർക്കാനോ? അപ്പൊ ഈ നാട്ടുകാരെ മുഴുവൻ വെള്ളം കുടിപ്പിക്കുവായിരുന്നല്ലേ നിന്റെ പരിപാടി? നിനക്ക് ഒന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. 1 ലിറ്റർ പാല് വെച്ച് നമ്മുടെ ബാങ്കിൽ കൊണ്ട തന്നായിരുന്നെങ്കിൽ പലിശീനത്തിൽ ഇച്ചിരിയെങ്കിലും കുറയാലായിരുന്നു. അയ്യോ, സാറിന് പാല് കുടിക്കാഞ്ഞിട്ട് ഇവിടെ ബാക്കിയുള്ളവന്റെ അടുപ്പ് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ്. അത് ശരി. അപ്പൊ ഓൺലൈൻ വഴി ഫുഡ് വരുത്തുവാണല്ലേ പരിപാടി? എന്റെ സാറേ, ഓൺലൈൻ വഴി വരുത്തുമല്ല, പട്ടിണിയാന്നാ പറഞ്ഞത്. പട്ടിണിയോ? ഇതൊന്നും എനിക്കറിയണ്ട. എന്നാലും വേണ്ടിയല്ല, ഞാൻ ഇത് ജപ്തി ചെയ്തിരിക്കും. ഞാൻ നിന്നെ കൊണ്ടുപോകും. എന്റെ പശുവിനെ കൊണ്ടാ ഞാൻ ജീവിക്കുന്നത്. കൊണ്ടുപോകരുത്. ഇതൊന്നും എന്നോട് പറയണ്ട. നേരത്തെ നിങ്ങളെ പലിച്ച് കെടുക്ക്. എന്റെ പൊന്ന് സുഹൃത്തെ കേക്കണോ? ഞാൻ പറയാൻ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തി ഇത്തിരി പൈസയെങ്കിലും കെടുക്കളായിട്ടുണ്ട് നമ്മുടെ ബാങ്കിൽ അടിച്ചായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. ഒരു മിനിറ്റ്. അപ്പൊ പശു ലോൺ അത് വെച്ചോണ്ടാ കിടന്ന് അഹങ്കരിച്ചത്. ഒറ്റ ഷോട്ടാ. ഒരു ഷോട്ടും ഇല്ല. ഇവിടെ ഒന്നും സിനിമ ഷൂട്ട് എടുക്കാനും പറ്റത്തില്ല. ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോകും. എന്നാ ഇത് കാണിച്ചു പശുവിനെ കൊണ്ടുപോകാൻ എന്റെ പശുവിനെ എങ്ങാനും കൊണ്ടുപോയ ഇവിടെ പച്ചക്ക് നിന്ന് കത്തും. ഞങ്ങള് സമാധാനം പറഞ്ഞു ഒഴിക്കരുത്. സുഭാഷിണി ആത്മഹത്യ ഇതിനൊരു പരിഹാരമല്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും കൊണ്ട് പൈസ അടച്ച് പശുവിനെ തിരിച്ചെടുക്കണം. ആത്മഹത്യ? ആത്മഹത്യ ചെയ്യാൻ പോകുന്നു? മണ്ണെണ്ണ കന്നാസ്. ആ, എന്റെ പശുവിനെ കൊണ്ടുപോയ ഈ മണ്ണെണ്ണ തന്റെ തലവഴി ഒഴിച്ച് തന്നെ ഞാനിവിടെ പച്ചക്ക് ഞെട്ടിപ്പോയതാ. സുഭാഷിണി, ഞാൻ പറഞ്ഞ എന്നാന്ന് നിനക്ക് മനസ്സിലായോ? എന്നാണെങ്കിലും എന്റെ പശുവിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇത് കാണു സുഭാഷിണി, എന്തോരം പൈസ നീ അടയ്ക്കാൻ കിടക്കണേന്ന്. ഒരു ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ പ്ലീസ്. വരൂ. മണിക്കൂർ 2 ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് എടുക്കാനുള്ള സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലനെ ഇടിച്ച് താഴ്ത്തിട്ടിട്ട് ഞാൻ വന്ന് പശുവിന്റെ അകിടിൽ നിന്ന് പാല് കറക്കുന്നു, പാലെന്റെ മുഖത്ത് തെളിയിക്കുന്നു. അതല്ലേ? എന്തുകൊണ്ട് അത് എടുക്കുന്നില്ല? പശു ഇല്ല സാർ, പശുവിനെ കിട്ടിയില്ല. ചെറിയ വിഷയമാണ്. ജപ്തി നോട്ടീസ് ഒക്കെ വന്നിരിക്കും. വിഷയങ്ങൾ നടന്നോണ്ടിരിക്കുക. നിങ്ങൾ ചോദിച്ചിട്ട് പശുവിനെ തരുന്നില്ല. ഒന്ന് ചോദിച്ചാലേ. സൂപ്പർ സ്റ്റാറായ ഞാൻ ചോദിച്ചാൽ പശുവിനെ കിട്ടും. വെയിറ്റ്. ഓക്കെ. 25,000 പലിശ ഇച്ചിരി പ്രേം. 25,000 ഇച്ചിരി കുറയ്ക്ക് സാറേ. എക്സ്ക്യൂസ് മീ. പ്രേം ചോപ്ര. കേട്ടാർന്നു? എന്നാ പറഞ്ഞു? ചോദിച്ചോ? ചോദിച്ചില്ല. തൽക്കാലം ഒരു 5,000 രൂപ ഞാൻ എങ്ങനെയെങ്കിലും എക്സ്ക്യൂസ് മീ. പ്രേം ചോപ്ര അല്ലേ? അയ്യോ, എങ്ങനെ മനസ്സിലായി? 3 പ്രാവശ്യം എന്റെ തോളത്ത് തട്ടിയായിരുന്നു. ഏതാടാ? എനിക്കറിയാമല്ലോ. മറ്റേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഞങ്ങളുടെ സിനിമയിലെ നായകനാണ്. അറിയത്തില്ലെന്നോ? ഇല്ല. എന്റെ സാറൊക്കെ ഒരു കലാസ്നേഹി പോലും അല്ലേ? ഇദ്ദേഹം ഞങ്ങളുടെ കഴിഞ്ഞ പടത്തിലെ നായകനാണ്. മകരക്കൊയ്ത്ത് എന്ന് പറഞ്ഞ സിനിമയിലെ നായകനാണ് ഇദ്ദേഹം. മകരക്കൊയ്ത്തിലെ സംവിധായകനാണ്. ഞാനാണ് ക്യാമറമാൻ. മകരക്കൊയ്ത്ത് കാണാൻ ഞാൻ തിയേറ്ററിൽ ചെന്നു. പക്ഷെ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അമ്മാതിരി തിരക്കാരിക്കുമായിരുന്നല്ലേ? തിരക്കല്ലായിരുന്നു. പിന്നെ മിനിമം 10 പേരില്ലാതെ സിനിമ ഓടിക്കലെന്ന് തിയേറ്ററുകാർ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ചമ്മയല്ലേ? കുഴപ്പമില്ല. ഒരു ഷോട്ടും എടുക്കാൻ പറ്റിയാലോ? അതെ, ഞാൻ പശുവിനെ കൊണ്ടുപോവാണ്. ദൈവത്തെ ഓർത്ത് എന്നെ പിടിക്കരുത്. ഞാൻ വളരെ കഷ്ടമുണ്ട് സാറേ. ഇവരുടെ സിനിമയില് അഭിനയിപ്പിച്ചിട്ട് കാശ് കിട്ടിയിട്ട് ഞാൻ പലിശ അടച്ചോളാം. ഇവരുടെ ഇതൊന്നും ഓടുന്ന സിനിമയല്ല. പശുവിനെ ബാങ്കിൽ കൊണ്ടുപോകാലേ. ബാങ്കിന്റെ ഫ്രണ്ടിൽ വരണോ ബായ്ക്ക് വരണോ? ഞങ്ങൾ പശുവിന്റെ ഒറ്റ ഷോട്ട് എടുക്കാൻ. എങ്ങനെ ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ ബാങ്കിന്റെ ഫ്രണ്ടിൽ വരണോ ബായ്ക്ക് വരണോ? ഒരൊറ്റ ഷോട്ട് എടുക്കാൻ. ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ട് കാര്യമില്ല. ക്യാഷ് കൗണ്ടറിലേക്ക് വരണം. ഞാനും പശുവും അവിടെ ഇരിപ്പുണ്ടാവും. വലിച്ച കോമഡി പശു വലിച്ചോണ്ട് പോകണം. ചീഞ്ഞ കോമഡി പശുവിനെ പോലും ഇഷ്ടപ്പെട്ടില്ല. അതാ വലിച്ചോണ്ട് പോയത്. എടോ ഡയറക്ടർ, ഈ സീൻ നമുക്ക് ഷൂട്ട് ചെയ്യണ്ടേ? പടം റിലീസ് ചെയ്യണ്ടേ? എങ്ങനെ ഞാൻ ഷൂട്ട് എടുക്കും? ഞാനൊരു ഐഡിയ പറയാം. ഡയറക്ടർ, നമുക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ വില്ലനെ ഞാൻ അടിച്ചിടുന്നു, തിരിയുന്നു, പശുവിനെ കറക്കുന്നു, പാലെന്റെ മുഖത്ത് തെളിക്കുന്നു. ഈ സമയത്തുള്ള ഒരു ക്ലോസ് അല്ലാതാണ് വേണ്ടത്. അതിനൊരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. എന്ത് ഐഡിയ പറഞ്ഞാലും പശുവിന്റെ അകിടില്ലാതെ ക്ലോസ് എടുക്കാൻ പറ്റുമോ? എടോ, ഈ പാല് തെറിക്കുന്ന ആ ഒരു ക്ലോസ്
താൻ കടയിൽ ചെന്നൊരു പാക്കറ്റ് പാല് മേടിക്കുക, അത് കുത്തിപ്പൊട്ടിച്ചിട്ട് എന്റെ മുഖത്തേക്ക് തളിക്കുക, അതിന്റെ ഒരു ക്ലോസ് പോലെ. അകിടിന് വരേണ്ട പാല് ഈ കവറിൽ വന്നാ പറ്റുമോ? അത് പറ്റത്തില്ലത്. അകിട് വേണം, അകിട് വേണം. ഐഡിയ ഉണ്ട്, ഐഡിയ ഉണ്ട്. അകിട് തന്നെ ഐഡിയ. ഞാൻ എന്തോരം ചിത്രങ്ങളിൽ ഇതുപോലെ ഐഡിയ പറഞ്ഞു കൊടുത്ത് പടം ഹിറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഗ്ലൗസ് കണ്ടോ, ഇതങ്ങോട്ട് എടുത്തിട്ട് നമ്മള് പിടിച്ചേ. അകിട് ഓക്കെയാണോ? ക്യാമറ വെച്ച് എന്റെ കൈ വരരുത്. പിന്നെ ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. സാറെ പൊക്കിക്ക്, കുറച്ച് പൊങ്ങട്ടെ, കുറച്ച് പൊങ്ങട്ടെ, അങ്ങ് ഹൈറ്റ് പോട്ടെ, അങ്ങനെ കേട്ടെ. സാറേ ഇത് ഒട്ടകത്തിന്റെ അകിടല്ല, പശുവിന്റെയാ. എന്നാ താത്തോ താഴട്ടെ, വീണ്ടും കുറച്ചുകൂടെ തകർന്നോട്ടെ. ഇത് മുയലിന്റെ അഴുകല്ല, പശുവിന്റെയാ. അങ്ങനെ പിടി, അവിടെ പിടിയാ. ഇതിപ്പോ ഞാൻ കറക്കുന്ന സീനല്ലേ? അതെ. ഓക്കെ അല്ലേ? റെഡി പറഞ്ഞോ, ആക്ഷൻ പറഞ്ഞോ. ഓക്കെ, അകടെ പൊളിച്ച് കളഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും എനിക്കറിയാൻ വയ്യ. ആളവിടെ സാറ് വരുന്നു, ജെറ്റി സാറ്. അയ്യോ സാറേ പശു എന്തിയാ? പശുവിന്റെ ഒരു ഒറ്റ ഷോട്ട് എടുത്തിട്ട് പശു എന്തിയാ? ഒരേ ഒരു ഷോട്ട് പ്ലീസ്. പശുവിന്റെ ഷോട്ട്. എടാ പശു എന്നെ കയറെ വലിച്ചോണ്ട് ഓടി. ഞാൻ വീഴൂന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് വിട്ട് പശു കമ്പ കടന്നു. അയ്യോ കൂടി കൂടിയ പെണ്ണും പിള്ള എന്തിയേ? പെണ്ണുമ്പിള്ള എന്റെ പുറകെ ചങ്ങനാശ്ശേരി വേട്ടടി അമ്പലം വരെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങോട്ട് പോയെന്ന് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും പശു ഇല്ലാണ്ട് സീ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നാ പിന്നെ ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞാലോ? നേരത്തെ പൊളിഞ്ഞ ഐഡിയ പോലെ ആകുമോ? അല്ല, നമുക്ക് പടം തീർക്കണ്ടേ? 28-ാം തീയതി റിലീസ് ആവണ്ടേ? പെട്ടെന്ന് ഷൂട്ട് ചെയ്യാം. ഈ പശുവിന്റെ സ്ഥാനത്ത് ഞാൻ പശുവിനെ പോലെ നിന്നിട്ട് നമുക്കൊണ്ട് ഷൂട്ട് ചെയ്താലോ? അങ്ങനെയാകുമ്പോ ഈ പടത്തിന് എനിക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നണില്ല. അതല്ലേലും അങ്ങനെ എന്റെ ഏത് പടം റിലീസ് ആയാലും തിരക്കോട് തിരക്കായിരിക്കും. അതല്ലെന്ന് മിനിമം 10 പേരെങ്കിലും ഇല്ലാതെ തിയേറ്ററിൽ പടം ഓടിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പൊ എന്റെ ഈ പടം ഇതും 8 നില നേടേണ്ട പൊട്ടുന്നേ. മണിക്കുട്ടൻ ചേട്ടാ, എന്തോ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് ഞങ്ങളുടെ പ്രോഗ്രാമും എപ്പിസോഡും ഒക്കെ? സൂപ്പർ ആയിരുന്നു. ഞാൻ കൂടെ വന്നപ്പോ ഗംഭീരമായി. അങ്ങനെ പറയണല്ലോ. ഗംഭീരം. താങ്ക് യു സോ മച്ച്. സാധാരണ ഇവിടെ ആദ്യമായിട്ട് ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോ, അതായത് നമ്മള് ഒരു എന്താ ഹാപ്പി ആക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ്, ഒരു സമ്മാനം. സാധാരണ ഞാൻ ഏതെങ്കിലും പ്രോഗ്രാമിൽ പോകുമ്പോ എനിക്ക് ഇങ്ങോട്ടാണ് ഗിഫ്റ്റ് വരാറുള്ളത്. പക്ഷെ ഇവിടെ അതിലാണ് വ്യത്യസ്തമായിട്ട് നമ്മൾ നിൽക്കുന്നത്. നേരെ തിരിച്ചാണോ? തിരിച്ചാണ്. ഗിഫ്റ്റ് വേണം. അതായത് എസ്പെഷ്യലി ആദ്യമായിട്ടാണ് ഇപ്പൊ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വരുന്നത് ഗസ്റ്റ് ആയിട്ട്. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് എക്സ്പെക്ട് ചെയ്യില്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരെണ്ണമാണോ? ഒന്ന് തന്നെ ധാരാളം. ഷെയർ ചെയ്തോളാം. സ്നേഹമുള്ളടത്ത് ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാന്നാണ്. കിടക്കണ്ട, പറഞ്ഞു ഉള്ളൂ. നമ്മുടെ ഈ വൈറൽ സ്റ്റാർസ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഉണ്ടല്ലോ, ഇവിടെ വരുന്ന എല്ലാം പുലികളാണ്. അപ്പൊ ഞാനൊരു ചെറിയൊരു കെണി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക്. ആ കെണിയിൽ ഒരു കിടിലം പുപ്പുലി വീണിട്ടുണ്ട്. ഓക്കെ, ആ പെർഫോമൻസ് ആണ് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ്. ആയിക്കോട്ടെ, ശരി. അത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സർപ്രൈസ് ആയിരിക്കും. പുലി ഒന്ന് കാണാലോ? ആ പുലി ഒന്ന് കാണണം. പുലി വരട്ടെ, എലി പോട്ടെ. Nice.
ആഹാ അടിപൊളി. സൂപ്പർ. ടോസ് ചെയ്യുന്ന പോലെ ഭയങ്കര സിമ്പിൾ ആയിട്ടൊക്കെ ചെയ്യുന്നത്. സൂപ്പർ. ആ നൈസ്. ആ അടിപൊളി. ആ സ്റ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ ആ സാധനം. കറങ്ങിക്കൊണ്ടിരിക്കുക. അടിപൊളി. നല്ല നെക്സ്റ്റ് ഐറ്റം വരട്ടെ. ഞാൻ ഇനി ഒരു മാജിക് ആണ് ചെയ്യാൻ പോകുന്നത്. മാജിക്. ആ അതിന് ചേച്ചി ഒന്ന് വരും. അതേടാ. അപ്രത്യക്ഷമാക്കാൻ പറ്റുമോ? വാനിഷ് ചെയ്ത് വാനിഷ് ചെയ്യോ? ഈ ചേച്ചി ഒന്ന് മാറ്റി വരാൻ ചോദിച്ച കൊറേ മാജിക്കാരോട് ഞാൻ ചോദിച്ചത് നടക്കില്ല. അവന്റെ പേര് നന്ദൻ. നന്ദൻ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഞാനിപ്പോ 7th പർലി ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ. സ്ഥലം എവിടെയാ? പാലക്കാട്. പാലക്കാട്. ഇപ്പൊ ഈ കാണിച്ച പെർഫോമൻസ് ഒക്കെ കിടിലമായിരുന്നു. ഓക്കെ. ഇതാരാ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു തന്നത്, അല്ലെങ്കിൽ മോൻ സ്വന്തമായിട്ട് മനസ്സിലാക്കി എടുത്താണോ? ഞാനത് ചെറുപ്പം മുതലേ ഞാൻ 3 വയസ്സാവുമ്പോ ഞാൻ സ്കേറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും മെല്ലെ ഞാൻ അങ്ങനെ തുടങ്ങി. പിന്നെ ഞാൻ 4th പഠിക്കുമ്പോൾ ഇതുപോലെ ഈ യോയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങി വന്നു. അങ്ങനെ കുറെ ട്രിക്സുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാനൊക്കെ 4th പഠിക്കുമ്പോ വെറും അയ്യോ ആയിരുന്നു. ഇവരൊക്കെ 4th പഠിക്കുമ്പോ യോയോ കൊണ്ടുവന്ന പുലി കൊള്ളാം. അതാണ് തെറ്റാണ്. ഞാനൊരിക്കലും അങ്ങനെ നോക്കി വളരെ സെലക്ട് ചെയ്ത് എന്റെ റേഞ്ചിലുള്ളവരെ ഞാൻ കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് നന്ദന്റെ പെർഫോമൻസ് പറയുന്നത് മാജിക് ആണ്. എന്താ മോനെ മാജിക്കിൽ കാണിക്കാൻ പോകുന്നേ? ഇത് ജസ്റ്റ് ഒരു നോർമൽ പെൻസിലാണ്. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആണ് നോർമൽ പെൻസിലാണ്. ഇതാ ലിഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ നോർമൽ പെൻസിലിനെ മോൻ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ എന്റെ ഹാർട്ട് ബീറ്റ് ചേച്ചിക്ക് അറിയണമെങ്കിൽ എന്റെ ഹാർട്ടിന്റെ ഈ ഒരു ഭാഗത്ത് കൈ വെച്ചാൽ ആ ബീറ്റ് അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വേറെ ഒരു വഴിയും ഇല്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് കൈ എങ്ങനെ വെക്കണം, ഇങ്ങനെ ഈ കൈയോ ആ കൈയോ അതിങ്ങനെ വെച്ചു. ഒരു കൈ വെച്ചു. ഞാൻ ഈ പെൻസിൽ ഈ ഫിംഗറിന്റെ ടിപ്പിന്റെ ഇവിടെ വെച്ചു. ഇത് വെച്ചതിന്റെ ആ ഒരു ഫീല് മാത്രല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്റെ ഹാർട്ട് ബീറ്റ് മെല്ലെ കൈന്ന് ഇപ്പൊ പെൻസിലിന്ന് ഇപ്പൊ ഫിംഗറിലേക്ക് എന്റെ ആ ഹാർട്ട് ബീറ്റ് ഇപ്പൊ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ അത് സ്റ്റോപ്പായി. വീണ്ടും ഹാർട്ട് ബീറ്റ് കൈന്ന് പെൻസിൽ. ഹാർട്ട് കുഞ്ഞാണോ ആയോണ്ടാണോന്ന് അറിയില്ലേ, ഒരു കുഞ്ഞ് ടക്ക് കിട്ടുന്നുണ്ട്. അത് സ്റ്റോപ്പായി. വീണ്ടും ഹാർട്ടിന്ന് കൈന്ന് കിട്ടുന്നുണ്ടോ? ആ എങ്ങനെയാന്നറിയോ, ഒരു ചെറിയൊരു പൊട്ടു പോലെ. അത് കൊച്ചുകുട്ടി ആയതുകൊണ്ടാ മോനെ. എക്സലന്റ്. എനിക്ക് പെൻസിൽ തരൂ. ഓ തീർച്ചയായും. എന്റെ ഹാർട്ട് ബീറ്റ് കുറച്ച് പെൺകുട്ടികളെ അറിയിക്കാനുണ്ട് ചേട്ടാ. അല്ല, അത് കയ്യിൽ വെച്ചാൽ ഇത് പെൺകുട്ടികൾ കൈ വെക്കും. നിങ്ങളവിടെ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് മാജിക് ആയിരുന്നു മെന്റലിസം ആയിരുന്നോ? ഇത് മാജിക് ആയിരുന്നു. മെന്റലിസം എലീനടുത്ത് ഏത് മെന്റലാക്കിയത്? എന്നാ കഴിഞ്ഞോ? ഇനിയുണ്ടോ മാജിക്? അല്ല, ഇനി ഞാൻ കുറച്ചും കൂടി ആക്ടിവിറ്റീസ് ചെയ്യും. ഓ ഇനി അവന്റെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ ശരി, പുലി നിക്ക്, എലി വീണ്ടും പോയിട്ട് വരാം. ഈ പെൻസിൽ ഞാൻ ഗിഫ്റ്റ് ആയി തരും. നിന്റെ ഹാർട്ട് ബീറ്റ്. ഓ എന്റെ ദൈവമേ, നിന്റെ ഹാർട്ടിന്റെ കയ്യിലുണ്ട്. താങ്ക്സ് ഡാ കുട്ട. അടുത്ത ഞാൻ ഡൈസ് ടേക്കിംഗ് ചെയ്യാമോ? ഡൈസ്. ഡൈസിന് ഒരു ടേബിളിൽ ഒരു പലക വെച്ചിട്ട് അതിൽ 4 ഡൈസ് ഞാൻ വെച്ച് ഒരു കപ്പും കൊണ്ട് അതിനെ എടുത്ത് അതിനെ സ്റ്റാക്ക് ചെയ്ത് നിർത്തും. ഓ അതായത് ഒന്നിന് മേളിൽ ഒന്നായിട്ട് നിർത്തുന്നു. എന്റെ അമ്മേ, ഇത് നോർമൽ ഡൈസ് ആണ്. ആന്നു ചെക്ക് ചെയ്യണം. എനിക്ക് അങ്ങനത്തെ പരിപാടിയില്ല. പിന്നെ ഞാൻ വെറുതെ വന്നൊന്ന് നോക്കിയേക്കാം. ഡൈസ് ആണ്, നോർമൽ ഡൈസ്. മാഗ്നറ്റ് ഒന്നുമില്ലതാ. ഞാനാണോ ഡൈസ് ആണോ? വെരി നൈസ്. ഇത് നോർമൽ കപ്പുമാണ്. ഞാൻ ഇതിനെ സ്റ്റാക്ക് ചെയ്ത് നിർത്താൻ പോവാണ്. ഓക്കെ.
ഒന്നും ചെയ്യാൻ പറ്റുമായിരിക്കോ? കാരണം എന്തറിയോ, നീ ചെയ്യുന്നതെല്ലാം ഭയങ്കര ഫാസ്റ്റാ. ഞങ്ങൾ പ്രായമുള്ളവരുടെ കണ്ണെത്തുന്നില്ല. എലീന പ്രായമുള്ളതായതുകൊണ്ട്. ഓക്കെ, സോ നോക്കിക്കോ, ഡൈസ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതേ ഡൈസിനെ അങ്ങനെ എടുത്ത് ഈ കുപ്പിന്റെ ഈ ഒരു ടോപ്പിൽ നിർത്താൻ ശ്രമിക്കും. അതായത് ഈ ഗ്ലാസ് വെച്ചത് മറിച്ച് അതിനെ അങ്ങനെ എടുത്ത് ഇവിടെ നിർത്തും. അതെ, എത്ര സെക്കൻഡ് അവന്റെ ഇതിൽ തന്നെ ഹോൾഡ് ചെയ്തിട്ടാണ് അതിന്റെ മേളിൽ വെക്കുന്നേ. ഇങ്ങനത്തെ വേറെ ഐറ്റം. ഇനി നെക്സ്റ്റ്. ഇനി ഇങ്ങനത്തെ ഒന്നുമില്ല. ഇനി ഞാന് കുറച്ച് യോഗാസനങ്ങൾ. ഓക്കെ. ഇനി ഞാൻ ചെയ്യാൻ പോണത് ചക്രാസനാണ്. ഇതിനാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റി. യോഗ ചെയ്യുമ്പോ കൈയടിക്കാൻ പാടില്ല, പക്ഷെ എന്നിരുന്നാലും മോനെ അതിന്റെ പെർഫോമൻസിലാണ് കേട്ടോ. ഇതിന്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ അറിയാൻ വയ്യാതെയും പ്രാക്ടീസ് ചെയ്യാതെയുമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ബ്ലാക്ക് ഔട്ട് ആയി കൊളുത്തി പിടിക്കും. മരിച്ചു. എനിക്ക് മോനെ, നീ ബ്രഹ്മയുഗത്തിൽ നീയാണോ അഭിനയിച്ചത്? കയ്യില് നടക്കോ? ഇവിടെ കാലുകൊണ്ടിന്റെ വരെയൊക്കെ നടക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കൊണ്ടുവന്ന റബ്ബർ ബാൻഡ് വല്ലതാണോ? എല്ലാം എന്റെ റേഞ്ചിലാണ്. ഞാൻ കൊണ്ടുവന്ന കുട്ടിയാണ്. ഞാൻ കൊണ്ടുവന്ന പുലിക്കുട്ടിയാണ്. മറ്റേ ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ വരണം, ആ ലെവലിൽ വരണം. പ്ലീസ് തിരിഞ്ഞു. 8 മണി കഴിഞ്ഞ ഇങ്ങനെയാണ്. കലക്കിയടാ, എന്റെ അഭിമാനം നീ കാത്ത്. കാട്ടുപുളി. സൂപ്പറായിട്ടുണ്ട്. ഞാൻ അതാ പറഞ്ഞേ, നമ്മള് കൊറേ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം ഇവൻ ആകെ ഇച്ചിരിയേ ഉള്ളൂ. അവൻ ജനിച്ചു വിട്ടന്നെ ഇച്ചിരി ആയിട്ടുള്ളൂ. അതിനുള്ളിൽ ഇത്രയും സ്കിൽസ് പ്രാക്ടീസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സിദ്ധിക്കുട്ടിയാണ്. അത് തീർച്ചയായിട്ടും താങ്ക് യു. ഇതെല്ലാം കൊടുക്കുന്ന അമ്മയല്ലേ? അതെ, ഒരാളെ കൂടെ പരിചയപ്പെടും. ഇങ്ങനെ കാണിച്ചാലേ വരുള്ളൂ. ഇങ്ങനെ, അതാണ് ആ കോഡ്. അമ്മ എങ്ങനെ കാണിക്കണം? അപ്പൊ അമ്മ അടുത്ത പ്രോപ്പർട്ടി ആയിട്ട്. സൂപ്പർ. അമ്മയ്ക്കാണ് പ്രത്യേക അമ്മ താങ്ക് യു. ഇത്രയും നല്ല ഒരു ട്രെയിനിങ്ങും അവനെ അത്രയും പ്രോത്സാഹിപ്പിക്കുന്ന പേരൻസ്. കാരണം ഇത്രയും കുഞ്ഞു കുട്ടിയായിരിക്കുമ്പം പേരൻസിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്രയും അവന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. അമ്മയുടെ പേരെങ്ങനെയാ? സരിത. യോഗ ചെയ്താണോ ഇങ്ങനെ ബോഡി കീപ്പ് ചെയ്യുന്നേ? ഞാൻ യോഗ ചെയ്യാറില്ല. മോനാണ് എല്ലാം ചെയ്യാറ്. ഇവനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ആദ്യമൊക്കെ വിലക്കിയിരുന്നോ? ഇങ്ങനെ ചെയ്തിരുന്നോ? ഞാൻ വിലക്കാറുണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ എപ്പോഴും സപ്പോർട്ടാണ്. ചെയ്തോട്ടെ. അവൻ എന്ത് വേണം പറഞ്ഞാലും വേഗം വാങ്ങിക്കൊടുക്കുന്നത് അച്ഛനാണ്. എത്ര മക്കളാണ് നിങ്ങൾക്ക്? 2 ആള്. 2 പേര്. ഇതാണോ മൂത്താള്? അല്ലല്ല, മൂത്താള് +2 കഴിഞ്ഞു. അവൻ ഷൂട്ടറാണ്. ഇപ്പൊ പൈലറ്റ് ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നു. ശരി, വേറെ ലെവലാണ്. ചേട്ടാ, അടുത്ത ചടങ്ങെന്ന് പറയുന്നത് അവാർഡ് ദാനമാണ്. പക്ഷെ അത് യോഗാസനത്തിലൂടെ വേണം ചെയ്യാൻ വേണ്ടി. എനിക്ക് കിട്ടില്ല യോഗാസനം അറിയാം. മോനെ ഏതാ സിമ്പിൾ ഒരു യോഗ? ഞാനപ്പോ അത് എടുത്തിട്ട് വരാം ഗിഫ്റ്റ്. അപ്പൊ നിങ്ങൾ യോഗ പോസിൽ നിന്നോണേ, മാറിപ്പോരുന്നേ. ഗിഫ്റ്റ് തരുന്ന എന്റെ ഒരു യോഗ ആണ്. നമ്മുടെ യോഗം. അങ്ങനെ എന്നെ കളിയാക്കിയുണ്ടല്ലോ. അങ്ങനെ കളിയാക്കിയ ഞാൻ ആര് മോനെന്നറിയാമോ? എന്റെ അമ്മ ഇത് ഞാൻ വാങ്ങിക്കേണ്ടി വരും മിക്കവാറും കേട്ടോ. എങ്ങനെയുണ്ട് എന്റെ ആസനം? മനസ്സിലായി. കൊള്ളത്തില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. തിരിഞ്ഞപ്പോ കൊള്ളത്തില്ലെന്ന് മനസ്സിലായി.
എനിവേ ലവ് യു. അത് കൈ കൊണ്ട് തന്നെ തരുന്നു. ഓക്കെ ബ്രോ, വീട്ടിലായിട്ട് വരിക, നമുക്കെല്ലാം അഭിമാനമായിട്ട് വളർന്നു വരും. നമസ്കാരം. അത്തം ചിത്തിര ചോതി വിശാഖം തുടങ്ങി 27 നാളുകളുടെയും ബുധൻ ശുക്രൻ തുടങ്ങി ഗ്രഹങ്ങളുടെയും രാശിയുടെയും കൂറിന്റെയൊക്കെ ഇടയിൽപ്പെട്ട് കെട്ടുപിണഞ്ഞ് നാളത്തെ ഭാവി എന്താണെന്ന് കുഴയുന്ന മലയാളികൾക്ക് മുമ്പിൽ നിങ്ങളുടെ അടുത്ത ആഴ്ചത്തെ വാരഫലം പ്രവചിക്കാൻ എത്തിയിരിക്കുകയാണ് അരനാഴിക മനോജ്. നമസ്കാരം. നമസ്കാരം. എല്ലാ വ്യാകുലതകളും പ്രവചിച്ച് നിങ്ങളുടെ അടുത്ത ആഴ്ചത്തെ ഫലം ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. ആയിക്കോട്ടെ. നമസ്കാരം. നമസ്കാരം. അതെ, പിന്നെ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് അങ്ങോട്ടേക്ക് അങ്ങ് കേറുന്നില്ല, ലൈക്സും അങ്ങ് എത്തുന്നില്ല. അതിനെന്തെങ്കിലും നമുക്കൊരു പരിഹാരം, പ്രതിവിധിയാണോ? ഒന്ന് പ്രതിവിധി ഉണ്ട്. നാളെ ഏതാ പറഞ്ഞേ? എന്റെ നാള് തിരുവാതിര. തിരുവാതിര എന്ന് പറയുന്നത് സംഘമായിട്ട് കളിക്കുന്ന ഒരു നൃത്തരൂപമാണ്. എങ്കിലും അത് സിംഗിളായിട്ട് കളിക്കാൻ കഴിവുള്ള ആളാണ് തിരുവാതിര. ഇപ്പൊ എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് സംഭവിച്ചത്? ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസിനും വലുതായിട്ട് ലൈക്സ് കയറുന്നില്ല. ഇപ്പൊ റീൽസ് ഇടുവാണെങ്കിലും അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഇത് കിട്ടുന്നില്ല. അപ്പം പൊതുവേ ഞാൻ ചെയ്യാറില്ല എന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരുപാട് റിസർച്ചും കുറെ കണ്ടുപിടുത്തം ഒക്കെ നടത്തി എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്നുള്ളതൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് സാധനം ചെയ്യാറാണുള്ളത്. ഇപ്പോ എനിക്ക് ഈ തിരുവാതിര നക്ഷത്രക്കാരിയോട് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരുപാട് കണ്ടുപിടുത്തത്തിലേക്കും കണ്ടന്റിലേക്കൊന്നും പോകരുത്. എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുക, വൈറലാവും. രാവിലെ എണിച്ച് ഫോൺ എടുത്ത് പിടിച്ചാൽ തന്നെ കണ്ടന്റ് അല്ലേ, എന്തിനാ ആവശ്യമില്ലാത്ത ഏരിയയിലേക്ക് പോകുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കൂറ് വെച്ച് നോക്കുമ്പോ ഇപ്പോ അമൃത ടിവിയോടും കോമഡി മാസ്റ്റേഴ്സിനോടുമാണ് കൂറ്. വാശി ലേശം കൂടുതലാണ് അല്ലേ? ചാട്ടമുണ്ട്. ചെറിയൊരു കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമാണ്. പക്ഷെ ഒരു ബലൂൺ പൊട്ടിക്കാൻ പോലും കിടന്ന് ഇഴയുന്നത് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെയും ഉണ്ട്. അതെ അതെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്ത് ചെയ്യണം എന്ന് തോന്നുമ്പോൾ അതങ്ങ് ചെയ്യുക. അതിലൂടെ നിങ്ങൾ പ്രശസ്തയാകും. മഹാലക്ഷ്മി പഠിക്കൽ വന്ന് നിൽക്കുകയല്ലേ? തലയിൽ വെക്കുന്ന ഒരു വെള്ളപ്പൂവിന്റെ പേര് പറഞ്ഞേ. മുല്ലപ്പൂവ്. മാറ്റി പറയില്ല, ഞാൻ ചമ്മിപ്പൂവ്. അതുകൊണ്ടാ. മുല്ലപ്പൂവിനെ പോലെ മണവും ഗുണവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഫക്രു സാറിന്റെ നാള് ഏതാണ്? എന്റെ നാളോ? വിശാഖം. വിശാഖം എന്ന് പറഞ്ഞത് വിശാലവും വിവേകവും വിവരവും വിനോദവും ഒക്കെ ഉള്ള നാളാണ് വിശാഖം. ഒരുപാട് പ്രശസ്തർ വിശാഖ നക്ഷത്രക്കാരാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ രജനീകാന്തും നമ്മുടെ മമ്മൂക്കായും ഒക്കെ വിശാഖ നക്ഷത്രക്കാർ. നല്ല ധനസമ്പത്ത് ഉണ്ടാകുന്ന നാളാണ് വിശാഖ നക്ഷത്രം എന്ന് പറയുന്നത്. ഈ ജ്യോത്സ്യത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ചേക്കാം. ഞാനൊന്ന് ഗണിച്ചു നോക്കട്ടെ. അത്തം ചിത്തിര ചോതി വിശാഖം, അത്തം 10 പൊന്നോണം, പൊന്നോണത്തിന് ഊഞ്ഞാണ്. ഇപ്പോ ഗണിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നക്ഷത്രക്കാരൻ മദ്യമാണ്. എനിക്ക് ഈ ജോത്സ്യന് വിശ്വാസമില്ലായിരുന്നു, ഇപ്പൊ വിശ്വാസം. 8 മണി കഴിഞ്ഞ്. അല്ല, ഈ ഗ്ലാസ്സിൽ ഒഴിച്ചു കുടിക്കുന്ന മദ്യമല്ല, മദ്യത്തിരുന്നു കൊണ്ട് മധ്യസ്ഥം പറയാൻ മിടുക്കനാണ് എന്നാ പറയുന്നത്. മധ്യസ്ഥത പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർക്ക് ഉയരങ്ങളിൽ ഉന്നതങ്ങളിലേക്ക് എത്താനുള്ള സഹായം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഈ മദ്യത്തിരിക്കുക എന്ന് പറയുന്ന മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. രണ്ടുപേര് അറ്റത്തിരിക്കുമ്പോൾ നമ്മൾ മധ്യത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടുന്നത് അല്ലേ? ചേരയത്തിന്റെ നാട്ടിൽ ചെന്നാൽ നടുങ്കണ്ടം കഴിക്കണമെന്നൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടില്ലേ? മദ്യത്തിനാണ് ഗുണവും ആരോഗ്യവും ഒക്കെ കൂടുതലുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള പ്രവർത്തനങ്ങളും ഉയർച്ചയും കലാപ്രവർത്തനങ്ങളും ഒക്കെ ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. സാറിന്റെ, മണിക്കുട്ട സാറിന്റെ നാളേതാണ്? അവിട്ടം നക്ഷത്രക്കാരൻ ചവിട്ടിത്തൊഴിക്കുമെന്നാണ് എനിക്ക് കിട്ടുമെന്നാണ്. അല്ലല്ല, ചവിട്ടിത്തൊഴിക്കും. വിജയം സുനിശ്ചിതമാണ് ഈ നക്ഷത്രക്കാരൻ. ഒളിച്ചോടിയാലും തിരിച്ചു വന്ന് കപ്പടിക്കുന്ന നാളാണ്. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ ഔട്ടാകാതെ സൂക്ഷിക്കണം കേട്ടോ. അതെന്താ അങ്ങനെ പറഞ്ഞു? അല്ല, അതൊന്ന് പറഞ്ഞ് അവിട്ടം നക്ഷത്രക്കാരനുള്ള ഒരു പ്രശ്നമാണ് ആ ഒരു വിഷയം പറഞ്ഞത്. കായിക കാര്യങ്ങളിലൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. കായിക പ്രാധാന്യം. ഉദാര മനസ്കനാണ്, ഉപകാരിയാണ്. വേണ്ടപ്പെട്ടവർ. അടുത്ത് തന്നെ കുറച്ച് ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്താ? വീട് എവിടാന്നാ പറഞ്ഞേ? തിരുവനന്തപുരത്ത് ഉടപ്പനക്കുന്ന് യമുന കോളനി. വീട്ടു നമ്പർ വേണം, നമുക്ക് നോക്കാനാണ്. 42. നാളെ ഞാൻ വീട്ടിലോട്ട് വരും. ഒരു 10,000 രൂപ തരണം, മകളുടെ കല്യാണമാണ്. വീട്ടു നമ്പർ മാറിയില്ലേ പറഞ്ഞേ? ചേച്ചിയുടെ നാളെന്താ? എന്റെ നക്ഷത്രം ഭരണി. ഭരണിയാണെങ്കിലും രമണിയായിട്ടാണ് വന്നിരിക്കുന്നത്. രമണിയായിട്ടല്ല, ഞാൻ ഒറ്റയ്ക്കാവും. അത് അവിടെ. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയേണ്ടിയിരിക്കുന്നത്, ഭാഗ്യം വരും പോകും.
സമ്പത്ത് കബഡി വരും പോകൂല, മേടിച്ചാലേ പറ്റുള്ളൂ. അപ്പോ ഭാഗ്യം വരും പോകും, അതെ, ധനം വരും പോകും, അവസരങ്ങൾ വരും പോകും. ഉറക്കം വന്നാൽ അത് പോകില്ല, ഉറങ്ങി തന്നെ തീർക്കണം. ഈ വേദിയിലേക്ക് ക്യാരക്ടർ എൻട്രിയുമായി വരുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക. തിരി വന്നില്ലെങ്കിലും എക്സലന്റ് എന്നും മാർവലസ് എന്നും കിടിലമെന്നും കിടിലോസ്കി എന്നും പറഞ്ഞ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒറ്റയ്ക്ക് സിംഗിളായിട്ട് വരുന്ന കലാകാരന്മാരെ കുറച്ച് കൂടുതൽ പ്രോത്സാഹിപ്പിക്കും. നന്മ മാത്രമേ വരൂ. അടിപൊളി അടിപൊളി. ഒരു രക്ഷയില്ല, കിടുക്കി. നന്ദി, നമസ്കാരം.